ഈ കൊലപാതകം നടക്കുന്നത് വ്യാഴാഴ്ചയാണ് എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം. വ്യാഴാഴ്ച പുലർച്ചെ ഏതാണ്ട് 4:30 ബിജു ജോസഫ് ഈ നടക്കാനായിട്ട് ഇറങ്ങുന്നത്. ആ സമയത്ത് ഈ സംഘം, ഈ 4 പേരടങ്ങുന്ന സംഘം ബിജുവിനെ തട്ടിക്കൊണ്ടു പോവുകയായിരുന്നു. തട്ടിക്കൊണ്ടുപോയി ഇവർ ഉപയോഗിച്ചത് ഒരു ഒമിനി വാനാണ്. ആ ഒമിനി വാനിന്റെ ഡ്രൈവിംഗ് സീറ്റിന് പുറകിലുള്ള ഭാഗത്ത് ബിജുവിനെ ആ തറയിൽ കിടത്തുകയായിരുന്നു. ആ സമയത്ത് ബിജു ബഹളം വെച്ചു, ഒച്ചയിട്ട് കരയാൻ തുടങ്ങി. ആ സമയത്ത് തലയിൽ ചവിട്ടി പിടിച്ചു എന്നുള്ളതാണ് പ്രതികൾ പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം അവർ ഈ ഗോഡൌണിൽ എത്തിയപ്പോഴേക്കും ബിജുവിന്റെ മരണം സംഭവിച്ചിരുന്നു. ഈ സംഘത്തിൽ 4 പേരാണ് ഉണ്ടായിരുന്നത്. അതിൽ ഒന്നാം പ്രതി ജോമോൻ എന്ന് പറയുന്ന ഈ കാറ്ററിംഗ് സ്ഥാപനത്തിന്റെ നടത്തിപ്പുകാരനും ഉടമയുമാണ്. അതോടൊപ്പം തന്നെ ഈ കേസിൽ ആഷിഖ് എന്ന് പറയുന്ന ആൾ സ്ഥിരം കുറ്റവാളിയാണ്. അയാൾ കാപ്പ കേസിൽ പ്രതി ചേർക്കപ്പെട്ട് അയാൾ അതുമായി ബന്ധപ്പെട്ട നടപടികൾ നേരിടുന്ന ആളാണ്. മറ്റൊരാൾ എടവനക്കാട് സ്വദേശിയാണ്, എറണാകുളം എടവനക്കാട് സ്വദേശി മുഹമ്മദ് അസ്ലം. ഇയാളും നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് എന്നുള്ളതാണ്. 4-മത്തെയാൾ ബിബിൻ എന്ന് പറയുന്നതാണ്, കണ്ണൂർ സ്വദേശിയാണ്, ചെറുപുഴ കണ്ണൂർ സ്വദേശിയാണ്. അയാൾ ഈ ബിജുവിന്റെ ജീവനക്കാരനാണ് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരം. അതോടൊപ്പം തന്നെ ഈ കൊട്ടേഷൻ നൽകുന്നത് ബിബിൻ വഴിയാണ് എന്ന വിവരവും കൂടി പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ മൃതദേഹം ഇവിടെ ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ജനിപ്പോൾ ഇവർ വാക്കുതർക്കം ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നല്ല, കരുതിക്കൂട്ടി പ്ലാൻ ചെയ്ത ഒരു കൊലപാതകമാണ് എന്ന് തന്നെയുള്ള ഒരു നിഗമനത്തിലേക്കാണല്ലേ എത്തുന്നത്? ഈ കൊലപാതകത്തിലേക്ക് നയിച്ച കാരണങ്ങളിൽ ഈ സാമ്പത്തികമായിട്ടുള്ള തർക്കങ്ങളുണ്ട്. അതായത് ഈ കൊല്ലപ്പെട്ട ബിജുവും അതോടൊപ്പം തന്നെ ഈ കേസിൽ ഒന്നാം പ്രതിയായിട്ടുള്ള ജോമോനും അവർ ബിസിനസ് പങ്കാളികളായിരുന്നു. ഈ കാറ്ററിംഗ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ അവർ പാർട്ട്ണർഷിപ്പിലാണ് നടത്തിയിരുന്നത്. ആ പാർട്ട്ണർഷിപ്പ് പിരിഞ്ഞപ്പോൾ അതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഈ കൊലയിലേക്ക് നയിച്ചത്. അതായത് ജോമോന് സാമ്പത്തിക നഷ്ടമുണ്ടായി, അതുമായി ബന്ധപ്പെട്ട പരാതികൾ ഉണ്ടായിരുന്നു. തൊടുപുഴ പോലീസ് സ്റ്റേഷനിലും അതോടൊപ്പം തന്നെ ഉപ്പുതറ പോലീസ് സ്റ്റേഷനിലും ഇവർ തമ്മിൽ തർക്കത്തിന്റെ പേരിൽ കേസുകളുണ്ടായിരുന്നു. ഈ വാഹനങ്ങളുടെ കൈമാറ്റത്തെ ചൊല്ലി തർക്കങ്ങളുണ്ടായിരുന്നു. ഈ തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് പലതവണ പരാതി നൽകി ജോമോൻ, പക്ഷേ അതിൽ നടപടി ഉണ്ടായില്ല. ഇതിനുശേഷം രാഷ്ട്രീയ നേതൃത്വവുമായി ബന്ധപ്പെട്ട് ചില ഇടപെടലിന് കൂടി ശ്രമം നടത്തിയിട്ടുണ്ട്. പക്ഷേ ആ സമയത്തൊന്നും ബിജു വഴങ്ങിയില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുമ്പോൾ. അത് സ്വാഭാവികമായും വലിയ പകയായി മാറുകയായിരുന്നു. ആ പകയുടെ അടിസ്ഥാനത്തിലാണ് ജോമോൻ കൊട്ടേഷൻ നൽകിയതാണ് എന്നുള്ളത് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. ഈ ഒരിക്കലും കണ്ടുപിടിക്കപ്പെടില്ല, പുറത്തറിയില്ല എന്നുള്ള ഒരു ആത്മവിശ്വാസത്തിൽ അല്ലെങ്കിൽ ആ ചിന്തയിലാണോ മാൻഹോളിൽ മൃതദേഹം ഉപേക്ഷിക്കാനായിട്ടുള്ള ഇവരുടെ പ്ലാൻ ഉണ്ടായിരുന്നത്? അതിൽ ഏറ്റവും ശ്രദ്ധേയമായത് ഈ ബിൽഡിങ്ങിന്റെ ഒരു പ്രത്യേകതയാണ്. ഈ ബിൽഡിങ്ങിന്റെ ഒരു വശം മുതൽ അടുത്ത വശം വരെ ഏതാണ്ട് വലിയൊരു ടണൽ പോലെയാണ് ഈ മാലിന്യ കുഴി നിർമ്മിച്ചിരിക്കുന്നത്. അതായത് ആ കുഴിയുടെ ഏറ്റവും അങ്ങേറ്റത്തേക്ക് ഈ മൃതദേഹം കൊണ്ടുപോയി ഇടാനായിരുന്നു ഈ പ്രതികൾ ശ്രമിച്ചത് എന്നുള്ളതാണ്. അതായത് ഈ കാറ്ററിംഗുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ മാലിന്യം ഉണ്ടാകും. ആ മാലിന്യം നിക്ഷേപിക്കുന്നതിന് വേണ്ടി വലിയ അളവിൽ വലിയ വീതിയിൽ വലിയൊരു കുഴി, മാലിന്യ കുഴി ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. അതൊരു ടണൽ പോലെ നിർമ്മിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ആ ടണലിലാണ് ഈ മൃതദേഹം നിക്ഷേപിച്ചിരുന്നത്. പക്ഷേ ഈ ബിജുവിന്റെ ഷർട്ട് ഈ പ്രതികൾ ഇതിന് മുകളിൽ തന്നെ ഇട്ടിരുന്നു. അത് പോലീസിന്റെ അന്വേഷണത്തിൽ വളരെ നിർണായകമായി. പോലീസ് ഇവിടെ വരുമ്പോൾ ആ ബിജു അന്ന് ധരിച്ചിരുന്ന ഷർട്ട് കണ്ടെത്തിയിരുന്നു. ഇതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ മുണ്ട് ഈ തട്ടിക്കൊണ്ടുവന്ന സ്ഥലത്ത് വെച്ച് തന്നെ പറഞ്ഞു പോവുകയായിരുന്നു. മുണ്ടും ചെരുപ്പും അവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് ഈ കേസിലേക്ക് വലിയ വഴിത്തിരിവായത്. പിന്നെ ഈ കാപ്പ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തിയ അന്വേഷണം, അതായത് പറവൂർ പോലീസുമായി ബന്ധപ്പെട്ട് കാപ്പ കേസിൽ കാപ്പ ലംഘനം ഉണ്ടായതിനെ തുടർന്ന് ആഷിഖിനെ എറണാകുളത്ത് നിന്ന് പോലീസ് തിരയുന്നുണ്ടായിരുന്നു. ആഷിഖിന്റെ മൊബൈൽ ലൊക്കേഷൻ തെരഞ്ഞു വന്നപ്പോൾ അത് ഈ കെട്ടിടമാണ് കാണിച്ചത്. അങ്ങനെ തൊടുപുഴ പോലീസ് ഇവിടെ എത്തി ആഷിഖിനെ ഇവിടെ നിന്ന് പിടികൂടുന്നു. ഇതിന് ശേഷമാണ് ഈ ബിജുവിന്റെ ഭാര്യ സമാനമായി അല്ലെങ്കിൽ ഒരു മിസ്സിംഗ് പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ എത്തുന്നത്. ഈ 2 പരാതികളിലും കോമൺ ആയി ഉണ്ടായിരുന്ന ഒരു പേര് എന്ന് പറയുന്നത് ജോമോന്റെ പേരായിരുന്നു. ജോമോന്റെ കെട്ടിടത്തിലാണ് ഇവർ താമസിച്ചതെന്ന് ഈ കാപ്പ കേസിലെ പ്രതി പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ശത്രുക്കൾ ആരെങ്കിലും അല്ലെങ്കിൽ സംശയിക്കപ്പെടുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് പോലീസ് ചോദിച്ചപ്പോൾ ബിജുവിന്റെ ഭാര്യ പറഞ്ഞത് ജോമോന്റെ പേരാണ്. അങ്ങനെ ഈ കേസുകളിലെ ഒരു കോമൺ ലിങ്കായിട്ട് ജോമോന്റെ പേര് വരുന്നു. അങ്ങനെയാണ് ഈ കേസിലേക്ക് എത്തുന്നത്. ഇവർ പല ജില്ലകളിൽ നിന്നുള്ളായിട്ടുള്ള ആളുകളാണ് ബിസിനസ് പങ്കാളികൾ. ഇവർ എത്ര കാലമായിട്ട് ഒരുമിച്ച് ബിസിനസ് ചെയ്തു പോരുന്നുണ്ട്? ആ തരത്തിലുള്ള വിവരങ്ങൾ, ഒപ്പം തന്നെ ഇവരുടെ ബിസിനസിന്റെ നിലവിലെ സാമ്പത്തിക അവസ്ഥ, അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് ജെയിൻ?
ഈ ജോമൻ ഒരു കാറ്ററിംഗ് സ്ഥാപനം നടത്തുന്ന ഒരാളാണ്. കൂടാതെ മൊബൈൽ മോർച്ചറി പോലെയുള്ള സംവിധാനങ്ങളും അതുമായി ബന്ധപ്പെട്ട ബിസിനസ്സുകളൊക്കെ നടത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ സാമ്പത്തികമായി അധികം ബുദ്ധിമുട്ട് നേരിടുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു രോഗം ബാധിതയാണ്. അങ്ങനെ വലിയ സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുന്ന ഘട്ടത്തിൽ ഈ ബിജുവിൽ നിന്ന് കൂടുതൽ പണം ലഭ്യമാക്കാനുള്ള എല്ലാ ശ്രമവും ജോമോൻ നടത്തിയിരുന്നു. അത് നടക്കാതെ വന്നപ്പോൾ അതൊരു വൈരാഗ്യമായി മാറുകയും അങ്ങനെ കൊട്ടേഷൻ നൽകുകയാണ് ഉണ്ടായത് എന്നുള്ളതാണ് പോലീസ് തന്നെ സ്ഥിരീകരിക്കുന്നത്. അതായത് ബിജുവിനെ കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി ഒരു കൊട്ടേഷൻ നൽകുക, അല്ലെങ്കിൽ ബിജുവിനെ തട്ടിക്കൊണ്ടുപോയി എവിടെയെങ്കിലും കരുതൽ തടങ്കലിൽ വെച്ച് പണം മേടിക്കുക. ഈ 2 ലക്ഷ്യങ്ങളാണ് ഇതിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. പോലീസിന്റെ അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണ്. ഈ പ്രതികളെയൊക്കെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ 3 പ്രതികൾ തൊടുപുഴ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. ഒരാൾ കാപ്പ കേസിൽ ഇപ്പോൾ റിമാൻഡിൽ കഴിയുകയാണ്. ഈ 4 പ്രതികളെയും ഒരുമിച്ചിരുത്തി വേണം പോലീസിന് ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കാൻ. ഇപ്പോൾ പ്രതികൾ പറയുന്നത് ഈ മുഹമ്മദ് ആഷിഖാണ് ഈ തലയിൽ ചവിട്ടിപ്പിടിച്ചത് എന്നുള്ളതാണ്. ഒരുപക്ഷെ അത് മാറ്റി പറയാൻ സാധ്യതയുണ്ട്. ബിജു ഈ വാഹനം ഓടിച്ചിരുന്നത്, അതായത് ജോമൻ ഈ വാഹനം ഓടിച്ചിരുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരം. അതായത് ബിജുവിനെ തട്ടിക്കൊണ്ടുവന്ന ഒമിനി വാഹനം ഓടിച്ചിരുന്നത് ജോമോനായിരുന്നു. അങ്ങനെ ഈ കൃത്യത്തിൽ 4 പേർക്കും നേരിട്ട് പങ്കാളിത്തമുണ്ട് എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം. ഇനി കൊലയിൽ നേരിട്ട് പങ്കുള്ള 4 പേർ, ഇവർക്ക് പുറമെ മറ്റാരുടെയെങ്കിലും പങ്ക് സംശയിക്കുന്നുണ്ടല്ലോ? ബിസിനസ്സാണ്, അപ്പോൾ ഒരുപാട് പേരുടെ പങ്കാളിത്തമൊക്കെ ഉണ്ടാകുമല്ലോ. അപ്പൊ അത്തരത്തിലുള്ള സംശയം എന്തെങ്കിലും പോലീസിനുണ്ടോ? പോലീസ് ഈ ഘട്ടത്തിൽ ഈ 4 പേരുടെ പങ്കാളിത്തം മാത്രമാണ് പറയുന്നത്. കൂടുതൽ ആളുകളുണ്ടോ എന്നത് ഇനി വരും ദിവസങ്ങളിലുള്ള അന്വേഷണത്തിൽ വ്യക്തമാകേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ ജോമോനുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആക്ഷേപങ്ങളൊക്കെ ഉയർന്നു വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ കെട്ടിടത്തിലെ ഈ വലിയ ടണൽ, കൂടാതെ ഇവിടെ ഉണ്ടായിരുന്ന ജോലിക്കാരിൽ ചിലർ ആത്മഹത്യ ചെയ്ത സംഭവങ്ങൾ. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് ഇവിടെയുള്ള നാട്ടുകാരുടെ ഭാഗത്തുനിന്ന്, പ്രത്യേകിച്ച് പൊതുപ്രവർത്തകരുടെ അടക്കം ഭാഗത്തുനിന്ന് ഈ കാര്യത്തിൽ ഒരു വളരെ വ്യാപകമായിട്ടുള്ള ഒരു അന്വേഷണം വേണം എന്നൊരാവശ്യം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് പോലീസ് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികളാണ് അവിടെ പുരോഗമിക്കുന്നത്. നമുക്ക് അവിടെ ആ വെളിച്ചം കാണാം. അവിടെ ഒരു തുണി മറച്ചു കെട്ടിക്കൊണ്ട് അവിടെ ഇൻക്വസ്റ്റ് നടപടികൾ നടക്കുകയാണ്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയതിന് ശേഷം മൃതദേഹം ഇവിടുന്ന് പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി കൊണ്ടുപോകും. ജോമോന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി മറ്റ് പ്രതികളുടെ ചോദ്യം ചെയ്യലും അറസ്റ്റുമാണ് ഇനി നടക്കാനുള്ളത്. അതായത് ഒരു കാപ്പ കേസ് പ്രതി ആഷിഖിനായി പോലീസ് നടത്തിയ തെരച്ചിൽ, ആ തെരച്ചിലിനൊടുവിലാണ് ഈ കൊലപാതകത്തിന്റെ ചുരുളഴിയുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് ഈ ആഷിഖ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്? എങ്ങനെയാണ് മറ്റ് പോലീസിന് ഇത് കൊല നടത്തി ഈ മൻഹോളിൽ തന്നെയാണ് മൃതദേഹമുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇത് എങ്ങനെയാണ് പുറത്തറിയുന്നത്? ഏത് ഒരു ഘട്ടത്തിലാണ്? അതായത് ഈ ആഷിഖ് താമസിച്ചത് ഈ കെട്ടിടത്തിലാണ് എന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ സ്വാഭാവികമായും ഇങ്ങനെ ഒരു പരാതി ഉയർന്നു, ഒരു മിസ്സിംഗ് പരാതിയുണ്ട്, ഇവർ തമ്മിൽ ശത്രുതയുണ്ട് എന്നുള്ളതും മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് സംബന്ധിച്ച് കൂടുതൽ ചോദ്യം ചെയ്യൽ ആഷിഖിനോടാണ് ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്യുന്നത്. ആഷിഖ് അപ്പോൾ സ്വാഭാവികമായി ഇവിടെ എത്തിയത് എന്തിനാണെന്നുള്ള കാര്യത്തിൽ പോലീസിനോട് മറുപടി പറയേണ്ടി വന്നു. അങ്ങനെയാണ് ഈ കൊലപാതകം സംബന്ധിച്ച ആദ്യ സൂചനകൾ പോലീസിന് ലഭിക്കുന്നത്. അതിന് പിന്നാലെ ജോമോനെ പോലീസ് തൊടുപുഴയിൽ നിന്ന് ജോമോനെ പോലീസ് ബന്ധപ്പെടുന്നുണ്ട്. പക്ഷേ ജോമോന്റെ 2 ഫോണുകളും സ്വിച്ച് ഓഫ് ആണ്. അപ്പോൾ സ്വാഭാവികമായും സംശയം ജനിപ്പിക്കുന്ന ഒരു സാഹചര്യം അവിടെ രൂപപ്പെട്ടു. അങ്ങനെ കൂടുതൽ അന്വേഷണം നടത്തിയാണ് ഈ പ്രതികളെല്ലാം രാത്രി തന്നെ പോലീസ് പിടികൂടിയിരിക്കുന്നത്. ജോമോനെ, അതോടൊപ്പം തന്നെ ജോമോൻ, ആഷിഖ്, അസ്ലം എന്നീ ബിബിൻ, ഈ 3 പേരെയും പോലീസ് പിടികൂടിയിട്ടുണ്ട്. കാപ്പ കേസിൽ പ്രതിയായിട്ടുള്ള ആളെ നേരത്തെ തന്നെ പോലീസ് പിടികൂടിയിരുന്നു. ഈ കാപ്പ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണവും അതോടൊപ്പം തന്നെ ഈ മെസ്സിംഗ് കേസുമായി ബന്ധപ്പെട്ട അന്വേഷണവും ഈ ജോമോൻ എന്ന പേരിൽ ഒരുമിച്ച് വന്നപ്പോഴാണ് ഇത്തരം ഒരു സാഹചര്യം ഉണ്ടായി, അല്ലെങ്കിൽ കൊലപാതകം നടന്നിരിക്കാമെന്നൊരു നിഗമനത്തിലേക്ക് പോലീസ് എത്തിയത്. പിന്നീട് പ്രതികളെ ചോദ്യം ചെയ്തപ്പോൾ പ്രതികൾ തന്നെ ആദ്യഘട്ടത്തിൽ ഈ കൊലപാതകം സമ്മതിക്കുകയും ചെയ്തു. ഈ ആഷിഖ് കാപ്പ കേസ് പ്രതിയാണ്. ബാക്കി 3 പ്രതികളെ കുറിച്ച് നോക്കുമ്പോൾ അവരുടെ ഒരു പശ്ചാത്തലം ക്രിമിനൽ പശ്ചാത്തലമുള്ളതാണോ? ഈ ആഷിഖിനും മുഹമ്മദ് അസ്ലമിനും ക്രിമിനൽ പശ്ചാത്തലമുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അവർ കൊട്ടേഷൻ ടീമാണ്, കൊട്ടേഷൻ അംഗങ്ങൾ തന്നെയാണ് എന്ന് പോലീസ് പറയുന്നുണ്ട്. ബിബിൻ എന്ന് പറയുന്നത് കണ്ണൂർ ചെറുപുഴ സ്വദേശിയാണ്. അയാൾ ഈ ജോമോന്റെ ജീവനക്കാരനാണ് എന്നുള്ളതാണ്
ഇപ്പോൾ പോലീസ് നൽകുന്ന വിവരം. ചെറുപുഴയിലടക്കം ഇവർക്ക് ബിസിനസ് ഉണ്ടായിരുന്നു, അതായത് കാറ്ററിംഗ് സ്ഥാപനം ചെറുപുഴയിലടക്കം നടത്തിയിരുന്നു. അപ്പോൾ അങ്ങനെ ബന്ധപ്പെട്ട പരിചയമാണ്. പക്ഷേ ഈ കൊട്ടേഷൻ സംഘത്തിലേക്ക് ജോമോൻ എത്തിയത് ബിബിൻ വഴിയാണ് എന്നുള്ളതാണ്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം നടക്കേണ്ടതുണ്ട്, കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. ഈ കേസിന്റെ അല്ലെങ്കിൽ അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിലാണ്. ഇപ്പോൾ മാത്രമാണ് ഈ കൊലപാതകത്തിലേക്ക് അല്ലെങ്കിൽ കൊലപാതകം സ്ഥിരീകരിക്കാൻ പോലീസിന് കഴിഞ്ഞിരിക്കുന്നത്. അതിനുശേഷം മണിക്കൂറുകൾ ഒരു തിരോധാന കേസ് മാത്രമായിരുന്നു, ബിജുവിനെ കാണാതായി എന്നുള്ളൊരു കേസ് മാത്രമായിരുന്നു പോലീസിന് മുൻപിലേക്ക് എത്തിയത്. അതിനിടയിലാണ് കപ്പ കേസ് പ്രതി ആഷിഖിനെ ചോദ്യം ചെയ്യുന്നത്. ആഷിഖ് അറിഞ്ഞ വിവരങ്ങളിൽ നിന്നാണ് ഒരു വലിയ കൊലപാതകത്തിന്റെ വിവരം പോലീസിന് ലഭ്യമാവുന്നത്. അത് ബിസിനസ്സിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നമാണ്. അതിനപ്പുറത്തേക്ക് കൊന്ന് അദ്ദേഹത്തെ മാൻഹോളിൽ ഉപേക്ഷിച്ചു എന്നുള്ളതാണ് മൃതദേഹം. എന്തായാലും ഏറെ പണിപ്പെട്ടാണ് ആ മൃതദേഹം പുറത്തെടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ അവിടെ പോലീസിന്റെ അന്വേഷണ മികവ് കൂടി എടുത്തു പറയേണ്ട കാര്യമാണ്. ഇതൊക്കെ നമ്മുടെ നാട്ടിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്നത്.